നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. സുപ്രീം കോടതിക്കെതിരെ വിമർശനവുമായി ഗവർണർ രാജേന്ദ്ര ആർലേക്കർ. സർവകലാശാല വൈസ് ചാൻസലർമാരെ നിയമിക്കാനുള്ള അധികാരം ചാൻസലർക്കാണ്. കോടതികൾ വിസിമാരെ നിയമിക്കുന്നത് ശരിയല്ലെന്നും ഗവർണർ. കൊല്ലം കോർപ്പറേഷനിൽ AK ഹഫീസ് മേയറാകും. 109 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് AK ഹഫീസ് വിജയിച്ചത്. താമരകുളം ഡിവിഷനിൽ നിന്നുള്ള കോൺഗ്രസ് പ്രതിനിധിയാണ് AK ഹഫീസ്. കരുനാഗപ്പള്ളി നഗരസഭയിൽ P സോമരാജൻ ചെയർമാനാകും. 9ാം വാർഡിലെ പ്രതിനിധിയാണ് P സോമരാജൻ. 107 വോട്ടുകൾക്കായിരുന്നു വിജയം. ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്തിൽ പ്രസിഡന്റ് സ്ഥാനം പട്ടികജാതി സംവരണം. കോൺഗ്രസിലെ K മോഹനൻ പ്രസിഡന്റാകും. കുറുങ്ങപ്പള്ളി ഡിവിഷനിലെ പ്രതിനിധിയാണ് K മോഹനൻ. വിശദമായ വാർത്തകളിലേക്ക്. സർവകലാശാല വൈസ് ചാൻസലർമാരെ നിയമിക്കാനുള്ള അധികാരം ചാൻസലർക്കാണെന്ന് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ. കോടതികൾ വിസിമാരെ നിയമിക്കുന്നത് ശരിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു. UGC നിയമനത്തിൽ വിസിമാരെ നിയമിക്കേണ്ടത് ചാൻസലറാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ഗവർണർ പറഞ്ഞു. VC നിയമനത്തിലെ സുപ്രീം കോടതി നടപടികൾക്കെതിരായ വിമർശനമാണ് ഗവർണറുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. മുൻ ചീഫ് ജസ്റ്റിസും കേരളത്തിന്റെ മുൻ ഗവർണറുമായിരുന്ന V സദാശിവത്തിന് VR കൃഷ്ണയ്യർ പുരസ്കാരം നൽകുന്ന വേദിയിൽ വെച്ചാണ് ഗവർണറുടെ വിമർശനം. സുപ്രീം കോടതിക്ക് എതിരെയാണ് സംസ്ഥാന ഗവർണർ രാജേന്ദ്ര ആർലേക്കർ വിമർശനവുമായി എത്തിയത്. കോടതികൾ വിസിമാരെ നിയമിക്കുന്നത് ശരിയല്ലെന്ന് അദ്ദേഹം പറഞ്ഞു. UGC നിയമത്തിൽ വിസിമാരെ നിയമിക്കേണ്ടത് ചാൻസലറാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ഗവർണർ പറയുന്നു. VC നിയമനത്തിലെ സുപ്രീം കോടതി നടപടികൾക്കെതിരായ വിമർശനമാണ് ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ഒരേ വിഷയത്തിൽ സമാനമായ സാഹചര്യങ്ങളിൽ പോലും കോടതികളോ ന്യായാധിപന്മാരോ വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങൾ നൽകുന്നതിലാണ് അത്ഭുതം. താനൊരു സാധാരണക്കാരൻ എന്ന നിലയിൽ ഇതിലെപ്പോഴും അത്ഭുതപ്പെടുന്നെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിൽ ഇപ്പോൾ സർവകലാശാല വിഷയങ്ങൾ എല്ലായിടത്തും ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യമാണുള്ളത്. ഇതിനിടയിൽ കണ്ണൂർ സർവകലാശാലയുമായി ബന്ധപ്പെട്ട വിധി എന്തായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. 3 ജഡ്ജിമാർ ചേർന്ന് പുറത്തിറക്കിയ വിധി UGCയുടെ അവകാശങ്ങളെ ബഹുമാനിക്കുന്നതും അതോടൊപ്പം ഗവർണറെ ബഹുമാനിക്കുന്നതുമായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. സമീപകാലത്ത് സുപ്രീം കോടതിയിലെത്തിയ സാങ്കേതിക സർവകലാശാല, ഡിജിറ്റൽ സർവകലാശാല എന്നിവയിലെ VC നിയമന വിഷയത്തിലാണ് ഗവർണർ വിമർശനം ഉന്നയിച്ചിട്ടുള്ളത്. UGC ചട്ടവും കണ്ണൂർ VC നിയമനവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധിയും VC നിയമനത്തിനുള്ള അധികാരം ചാൻസലർ കാണുന്നത് വ്യക്തമാക്കുന്നു. എന്നാൽ ഇതിന് പകരം സെർച്ച് കമ്മിറ്റിയെ വെച്ച് സുപ്രീം കോടതി തന്നെ VCയെ നിയമിക്കുന്നത് ശരിയല്ല. നാളെ ഭരണഘടനാ സ്ഥാപനങ്ങളോട് സുപ്രീം കോടതി ഇങ്ങനെ പെരുമാറുമോ, തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഇങ്ങനെ ചെയ്യുമോ തുടങ്ങിയ ചോദ്യങ്ങളും ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടായി. VC നിയമനത്തിൽ സർക്കാരും ചാൻസലറായ ഗവർണറും തമ്മിലുള്ള തർക്കം സുപ്രീം കോടതിയിലെത്തിയിരുന്നു. തുടർന്ന് രണ്ടുപേരോടും സമവായത്തിലെത്താൻ കോടതി നിർദ്ദേശിച്ചു. എന്നാൽ സമവായത്തിൽ എത്താതിരുന്ന സാഹചര്യത്തിൽ വിഷയത്തിൽ സുപ്രീം കോടതി തന്നെ നേരിട്ട് ഇടപെട്ടതിനെയാണ് ഗവർണർ വിമർശിച്ചിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക്. വിനോദസഞ്ചാരികളെ ആകർഷിക്കും വിധത്തിൽ ആലപ്പാട് പഞ്ചായത്തിൽ പദ്ധതികൾ നടപ്പാക്കുമെന്ന് നിയുക്ത ജില്ലാ പഞ്ചായത്ത് അംഗം വരുൺ ആലപ്പാട്. കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണും. അഴീക്കൽ ബീച്ചിൽ സുരക്ഷിത സംവിധാനം കൂട്ടും. കടൽഭിത്തി പുലിമുട്ട് നിർമ്മാണം ത്വരിതപ്പെടുത്താൻ ആവശ്യമായ നടപടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹായത്തോടെ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വിദേശ സഞ്ചാരികളെ ആകർഷിക്കാൻ വിധത്തിൽ ആലപ്പാട് പഞ്ചായത്തിൽ പദ്ധതികൾ നടപ്പാക്കുമെന്ന് നിയുക്ത ജില്ലാ പഞ്ചായത്ത് അംഗം വരുൺ ആലപ്പാട്. കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണും. അഴീക്കൽ ബീച്ചിൽ സുരക്ഷിത സംവിധാനം കൂട്ടും. കടൽഭിത്തി പുലിമുട്ട് നിർമ്മാണം ത്വരിതപ്പെടുത്തും എന്നും അദ്ദേഹം പറഞ്ഞു. ഇതിനായി സംസ്ഥാന കേന്ദ്ര സർക്കാരിന്റെ സഹായം തേടുമെന്നും അദ്ദേഹം പറഞ്ഞു. ടൂറിസം സാധ്യതയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ഡിവിഷനിൽ. അത് വിദേശ ടൂറിസ്റ്റുകളെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തണം. അതിന് അടിസ്ഥാന സൗകര്യ വികസനം അനിവാര്യമാണ്. അടിസ്ഥാന സൗകര്യം വികസിച്ചാൽ മാത്രമേ മറ്റു പ്രദേശങ്ങളിൽ നിന്ന് നമ്മുടെ പ്രദേശത്തേക്ക് വരും. ലക്ഷദ്വീപ് നമുക്കറിയാം, ലക്ഷദ്വീപ് കടൽ തീരമാണ്. അപ്പോൾ അവിടെ നിരവധിയായ പദ്ധതികൾ ആവിഷ്കരിച്ച് അവിടുത്തെ ഭരണകൂടം ചെയ്യുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മളുടെ ഗ്രാമപഞ്ചായത്തുകളും അതുപോലെ ജില്ലാ പഞ്ചായത്തിൻ്റെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും പിന്തുണയോടുകൂടി നടന്നാൽ മാത്രമേ ടൂറിസം ഡെവലപ്മെൻറ്റ് നമ്മുടെ നാട്ടിൽ സാധ്യമാവും. അപ്പോൾ അതിന് ഉള്ള പിന്തുണ
അതിനുള്ള ശ്രമങ്ങൾ എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. കൊല്ലം ജില്ലാ പഞ്ചായത്ത് കുലശേഖരപുരം ഡിവിഷനിൽ നിന്ന് UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ചയാളാണ് വരുൺ ആലപ്പാട്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. ഓച്ചിറയിൽ കരുത്ത് കാട്ടി BJP. ഗ്രാമപഞ്ചായത്തിൽ മുന്നേറ്റം കൈവരിച്ചതിനൊപ്പം പ്രതിപക്ഷ നേതൃസ്ഥാനവും BJPക്കാണ്. LDF ഓച്ചിറയിൽ 3 വാർഡിലേക്ക് ഒതുങ്ങിയ സാഹചര്യത്തിലാണ് BJP പ്രതിപക്ഷത്തേക്ക് എത്തിയത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഓച്ചിറയിൽ മികച്ച നേട്ടം കൈവരിച്ചത് BJPയാണ്. ഓച്ചിറ ഗ്രാമപഞ്ചായത്തിന്റെ പ്രതിപക്ഷ സ്ഥാനത്തേക്കും BJP എത്തുന്നു എന്നത് ഇത്തവണത്തെ പ്രത്യേകതയാണ്. UDF ഭരണം തിരിച്ചുപിടിച്ചെങ്കിലും NDAക്ക് 4 സീറ്റാണ് ഇവിടെ ലഭിച്ചത്. LDF 3 സീറ്റിലേക്ക് ഒതുങ്ങുകയായിരുന്നു. CPMന് 2ഉം CPIക്ക് 1 സീറ്റുമാണ് ലഭിച്ചത്. NDA വിജയിച്ച 4 സീറ്റും BJPക്കാണ്. കഴിഞ്ഞ തവണ ഓച്ചിറയിൽ BJPക്ക് 1 സീറ്റ് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇക്കുറി 3 സീറ്റ് വർദ്ധിപ്പിച്ച് 4-ൽ എത്തി. കഴിഞ്ഞ തവണ ആകെയുണ്ടായിരുന്ന 17 വാർഡിൽ LDFനും UDFനും 8 വീതം സീറ്റുകളും BJPക്ക് 1 സീറ്റുമാണ് ഉണ്ടായിരുന്നത്. തെരഞ്ഞെടുപ്പിൽ നിന്നും BJP വിട്ടുനിന്നതിനെ തുടർന്ന് നറുക്കെടുപ്പിലൂടെ CPMലെ B ശ്രീദേവി പ്രസിഡന്റാവുകയായിരുന്നു. ഇത്തവണ വ്യക്തമായ ആധിപത്യത്തോടെ UDF ഓച്ചിറ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം ഏറ്റെടുക്കുമ്പോൾ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ശക്തമായ സാന്നിധ്യമായി BJPയാണ് ഉണ്ടാവുക. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണം UDFന് ലഭിച്ചതോടെ K മോഹനൻ പ്രസിഡന്റാകുമെന്ന് ഉറപ്പായി. പ്രസിഡന്റ് സ്ഥാനം പട്ടികജാതി സംവരണമായതിനാൽ K മോഹനനാണ് പ്രസിഡന്റാകാൻ സാധ്യത. കുറുങ്ങപ്പള്ളി ഡിവിഷനിൽ നിന്നുമാണ് K മോഹനൻ വിജയിച്ചത്. ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭരണം UDF പിടിച്ചെടുത്തതോടെയാണ് K മോഹനൻ പ്രസിഡന്റാകുമെന്ന് ഉറപ്പിച്ചത്. ആകെയുള്ള 16 ഡിവിഷനുകളിൽ 9 എണ്ണത്തിൽ വിജയിച്ചാണ് ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭരണത്തിലേക്ക് UDF എത്തുന്നത്. LDFന് 7 ഡിവിഷൻ മാത്രമാണ് ലഭിച്ചത്. കഴിഞ്ഞ തവണ 1 സീറ്റ് മാത്രമായിരുന്നു കോൺഗ്രസിന് ലഭിച്ചിരുന്നത്. പ്രസിഡന്റ് സ്ഥാനം പട്ടികജാതി വിഭാഗത്തിന് സംവരണം ചെയ്തിട്ടുള്ളതിനാലാണ് കുറുങ്ങപ്പള്ളി ഡിവിഷനിൽ നിന്നും വിജയിച്ച കോൺഗ്രസിലെ ഏക പട്ടികജാതി വിഭാഗത്തിലെ അംഗം K മോഹനൻ പ്രസിഡന്റാകുന്നത്. ബ്ലോക്ക് പഞ്ചായത്തിൽ നിലവിൽ കോൺഗ്രസിന് 9ഉം LDFന് 7ഉം സീറ്റുകളാണ് ഉള്ളത്. 1995-ൽ ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് രൂപീകരിച്ചതിനു ശേഷം 4 തവണ LDFും 2 തവണ UDFും ഭരിച്ചു. ഇപ്പോൾ 3-ാം തവണയാണ് UDF അധികാരത്തിലേക്ക് എത്തുന്നത്. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. കായംകുളത്ത് തെരുവുനായ ആക്രമണം. 10 പേർക്ക് കടിയേറ്റു. കായംകുളം മേടമുക്ക് ജംഗ്ഷനിലായിരുന്നു തെരുവുനായുടെ ആക്രമണം. നായയെ നാട്ടുകാർ അടിച്ചുകൊന്നു. കായംകുളത്താണ് ഞായറാഴ്ച രാവിലെ തെരുവുനായുടെ ആക്രമണമുണ്ടായത്. 10ഓളം പേർക്കാണ് തെരുവുനായുടെ കടിയേറ്റത്. മേടമുക്ക് ജംഗ്ഷനിലായിരുന്നു സംഭവം. രാവിലെ 8:30യോടെയാണ് തെരുവുനായ നാട്ടുകാരെ ആക്രമിച്ചത്. സ്കൂളിന്റെ ഭാഗത്ത് നിന്ന് ഒരു അമ്മയുടെ നെറ്റിയാണ് കടിച്ചു പറിച്ചത്. അതിനുശേഷം അത് അവിടുന്ന് വന്ന് നായ നമ്മുടെ ഒരു ബാർബർ ഷോപ്പുകാരൻ മാർക്കറ്റിൽ അവനെ കടിച്ചു. പിന്നെ വീട്ടിന്റെ ഭാഗത്തുനിന്ന് ഒരു 5-6 വയസ്സുള്ള ഒരു കുട്ടിയും കടിച്ചു. വളരെ രൂക്ഷമാണ് തെരുവ് നായ്ക്കളുടെ ശല്യം. കാരണം ഇത് അധികാരികൾ അടിയന്തരമായി ഇതിന് നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഇതിന്റെ ഏക പരിഹാരം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒട്ടനവധി ജീവനുകൾ നമുക്ക് കൊല്ലേണ്ടതായിട്ട് വരും. അതുകൊണ്ട് അധികാരികൾ എത്രയും പെട്ടെന്ന് അടിയന്തരമായ നടപടി സ്വീകരിച്ചുകൊണ്ട് ഈ തെരുവ് നായ്ക്കളിൽ നിന്ന് മനുഷ്യജീവനുകളെ രക്ഷിക്കണമെന്നാണ്. കായംകുളം സ്വദേശി നസീർ, വിട്ടോബ വാർഡിലെ സരള, ബംഗാൾ സ്വദേശി സൈജു, 6 വയസ്സുകാരൻ സഹദ് എന്നിവർക്ക് നായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റു. ഇവരെ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കായംകുളം മാർക്കറ്റിലെ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി പേപ്പട്ടി ശല്യമാണ്. തെരുവ് നായകളുടെ ഭയങ്കരമായ അക്രമമാണ്. ഇന്ന് രാവിലെ കായംകുളം പച്ചക്കറി മാർക്കറ്റിന്റെ പരിസര പ്രദേശങ്ങളിലുള്ള ഏതാണ്ട് 12ഓളം ആൾക്കാരെയാണ് പേപ്പട്ടി കടിച്ചത്. കായംകുളം ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഇപ്പോൾ ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുക. തെരുവുനായ ശല്യം വളരെ രൂക്ഷമാണ് കായംകുളം. അടിയന്തരമായി എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ തെരുവുനായ ശല്യങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം ഉണ്ടാകൂ. കായംകുളത്തും പരിസരങ്ങളിലും തെരുവുനായയുടെ ശല്യം അതിരൂക്ഷമാണ്. ന്യൂസ് ബ്യൂറോ, കായംകുളം. കൊല്ലം കോർപ്പറേഷനിൽ AK ഹഫീസ് മേയറാകും. 109 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് താമരക്കുളം ഡിവിഷനിൽ നിന്ന് AK ഹഫീസ് വിജയിച്ചത്. ചരിത്രത്തിൽ ആദ്യമായാണ് കൊല്ലം കോർപ്പറേഷനിൽ UDF പ്രതിനിധി മേയറാകുന്നത്. ഫലപ്രഖ്യാപനത്തിന്റെ ഓരോ നിമിഷവും ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു കോർപ്പറേഷന്റെ താമരക്കുളം ഡിവിഷനിൽ. കോൺഗ്രസിന്റെ മേയർ സ്ഥാനാർത്ഥി AK ഹഫീസും CPM ജില്ലാ കമ്മിറ്റി അംഗം AM ഇക്ബാലും BJP കൊല്ലം വെസ്റ്റ് ജില്ലാ കോർഡിനേറ്റർ പ്രണവ് താമരക്കുളവും നേർക്കുനേറായിരുന്നു. മുൻ മേയർ പ്രസന്ന ഏണസ്റ്റിന്റെ ഡിവിഷൻ കൂടിയായിരുന്നതിനാൽ അഭിമാന പോരാട്ടമായിരുന്നു CPMന്. 109 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെയാണ് ഹഫീസ് വിജയമുറപ്പിച്ചത്. വലിയ പോരാട്ടം എന്നുള്ളതല്ല, ഞാൻ മനസ്സിലാക്കുന്നത് UDFന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയധികം ഒരുമയോടുകൂടി ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടുകൂടി പ്രവർത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയൊരു വിജയം നേടാൻ കഴിഞ്ഞത്. എല്ലാ ഭരണത്തിന്റെ മാത്രമല്ല, എല്ലാ രംഗത്തും
ഉദ്യോഗസ്ഥന്മാരുടെ മുഴുവൻ അതിക്രമങ്ങളെയും നേരിട്ടുകൊണ്ടാണ് ഈ കടന്നു വന്ന മുഴുവൻ UDF കൌൺസിലർമാരും. പ്രത്യേകിച്ച് BJPയുടെ വർഗീയത, അതിനേക്കാൾ വലിയ വർഗീയത CPM ഉപയോഗിച്ചു എന്നുള്ളതാ. BJPയെക്കാളും വലിയ വർഗീയത ഉപയോഗിച്ചാണ് CPM പ്രാവശ്യം ഈ തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ടായിരുന്നത്. എല്ലാത്തിനെയും മറികടന്നുകൊണ്ടാണ് UDF ഒരു വൻ വിജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ മേഖലകളിലൊക്കെ വലിയൊരു മുന്നേറ്റം. അല്ല, എല്ലാ മേഖലയിലും അങ്ങനെ ന്യൂനപക്ഷം ഭൂരിപക്ഷം എന്നൊന്നുമില്ല. എല്ലാ മേഖലയിലും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇതിന്റെ റിസൾട്ട് പരിശോധിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും INTUC ജില്ലാ പ്രസിഡന്റുമാണ് AK ഹഫീസ്. കോർപ്പറേഷനിലെ 56 ഡിവിഷനുകളിൽ 27 UDF പിടിച്ചെടുത്തു. LDFന്റെ സീറ്റുകൾ 38-ൽ നിന്ന് 16 ചുരുങ്ങി. 6 സീറ്റിൽ നിന്ന് 12 സീറ്റിലേക്ക് ഉയർന്ന് NDA നിലം മെച്ചപ്പെടുത്തി. 25 വർഷം തുടർച്ചയായി വിജയിച്ച കോളേജ് ഡിവിഷനിൽ പോലും LDF ഇത്തവണ നിലം തൊട്ടില്ല. കൊല്ലം കോർപ്പറേഷൻ രൂപീകരിച്ചതിനു ശേഷം ആദ്യമായാണ് UDF അധികാരത്തിലെത്തുന്നത് എന്നത് വിജയത്തിന് ചരിത്ര പ്രാധാന്യം നൽകുന്നു. വികസനവും ജനകീയ ഭരണവുമാണ് പുതിയ ഭരണസമിതിയുടെ മുഖ്യ ലക്ഷ്യമെന്ന് UDF നേതൃത്വം അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. UDF തരംഗത്തിൽ സന്തോഷവാനാണെന്ന് UDF കൊല്ലം ജില്ലാ കൺവീനർ KC രാജൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. UDF തരംഗത്തിൽ സന്തോഷവാനാണെന്ന് UDF കൊല്ലം ജില്ലാ കൺവീനർ KC രാജൻ. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കമാണിതെന്നും KC രാജൻ പറഞ്ഞു. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലുണ്ടായ തിളക്കമാർന്നൊരു വിജയം നിയമസഭാ തെരഞ്ഞെടുപ്പിലും വൻപിച്ചൊരു മുന്നേറ്റം. പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞതുപോലെ 100 സീറ്റോടുകൂടി 2026 കേരളത്തിൽ UDFന് അധികാരത്തിൽ വരുന്നതിന് വേണ്ട വലിയ ഊർജം തദ്ദേശ തെരഞ്ഞെടുപ്പ് നൽകിയിട്ടുണ്ട് എന്നുള്ളത് സംശയാതീതമായ കാര്യമാണ്. 10 വർഷക്കാലമായി നടന്നുവരുന്ന സർക്കാർ നയത്തിനെതിരെയുള്ള വിധിയെഴുത്താണ് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതിൽ ഈ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തുമ്പോൾ നമ്മൾ ഗൗരവതരമായി കാണേണ്ട ഒരു കാര്യം, നമ്മുടെ രാജ്യത്ത്, നമ്മുടെ കേരളത്തിൽ വർഗീയ ശക്തികളുടെയും പ്രതിലോമ ശക്തികളുടെയും ഒരു വളർച്ച കഴിഞ്ഞ കുറേ നാളുകളായി നമുക്ക് ഈ വർത്തമാനകാലത്ത് കാണാൻ കഴിയും. അത് അപകടകരമായ ഒരു സ്ഥിതിയിലേക്ക്, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരെ വർഗീയമായി ചിന്തിക്കുവാൻ, പ്രതിലോമ ശക്തികളുമായി സഹകരിക്കുന്നതിനെ പ്രേരിപ്പിക്കുവാൻ ഒക്കെയുള്ള ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്തിൽ LDF വിജയിച്ചു. 11 വാർഡുകളിൽ LDF വിജയിച്ചപ്പോൾ UDF 9 വിജയിച്ചു. ഒരിടത്ത് സ്വതന്ത്രനാണ് വിജയിച്ചത്. ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം LDF നേടി. 11 വാർഡുകളിലാണ് LDF വിജയിച്ചത്. 9 UDFും 1 വാർഡിൽ സ്വതന്ത്രനും വിജയിച്ചു. 1-ാം വാർഡിൽ UDFിലെ അനിൽ പനപ്പെട്ടിയും 2-ാം വാർഡിൽ UDFിലെ റിയാസ് പറമ്പിലും 3-ാം വാർഡിൽ LDFിലെ ബിന്ദു ഗോപാലകൃഷ്ണനും 4-ാം വാർഡിൽ LDFിലെ അനന്തലക്ഷ്മി RSും 5-ാം വാർഡിൽ LDFിലെ മായാദേവി എസും 6-ാം വാർഡിൽ UDFിലെ PG വിനോദ് കുമാറും 7-ാം വാർഡിൽ UDFിലെ B ബിനോയും വിജയിച്ചു. 8-ാം വാർഡിൽ LDFിലെ സരസ്വതിയമ്മ ടീച്ചറും 9-ാം വാർഡിൽ UDFിലെ ബിജു ലൂക്കോസും 10-ാം വാർഡിൽ LDFിലെ BG ഭാർഗവൻ പിള്ളയും 11-ാം വാർഡിൽ LDFിലെ കൃഷ്ണലേഖയും 12-ാം വാർഡിൽ LDFിലെ ദിലീപ് കുമാറും 13-ാം വാർഡിൽ LDFിലെ ശരത് SP-യും 14-ാം വാർഡിൽ LDFിലെ Z ആന്റണിയും വിജയിച്ചു. അതിന് സംഭവിക്കരുത് ഇഞ്ചോടിച്ച് പോരാട്ടമായിരുന്നെങ്കിൽ എനിക്ക് ചാരിതാർത്ഥ്യമുണ്ട്. എന്റെ നാട്ടുകാർ തോറ്റില്ല. ഞാനൊരു പ്രതീകം. 15-ാം വാർഡിൽ UDFിലെ തസ്നിയും 16-ാം വാർഡിൽ UDFിലെ നബീസത്ത് ആറും 17-ാം വാർഡിൽ സ്വതന്ത്രയായി ശ്രീജ വിജയനും 18-ാം വാർഡിൽ LDFിലെ രഞ്ജു കൃഷ്ണകുമാറും 19-ാം വാർഡിൽ UDFിലെ തുണ്ടിൽ നൌഷാദും 20-ാം വാർഡിൽ LDFിലെ കനകമ്മയും 21-ാം വാർഡിൽ UDFിലെ P നൂറുദ്ദീൻ കുട്ടിയുമാണ് വിജയിച്ചത്. തീർച്ചയായും ശാസ്താംകോട്ടയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു മത്സരമായിരുന്നു. അവിടെ നിലവിൽ LDFിന് വളരെയേറെ മെജോറിറ്റിയുള്ള, വളരെയേറെ മുൻതൂക്കമുള്ള ഒരു വാർഡിൽ അവിടുത്തെ കോൺഗ്രസ് പാർട്ടി പ്രവർത്തകരുടെ ആത്മാർത്ഥമായ പിന്തുണയുണ്ട്. ഗവൺമെന്റിനെതിരെയുള്ള ഒരു വികാരമാണ് അവിടെ കണ്ടിട്ടുള്ളത്. തീർച്ചയായും എനിക്കൊപ്പം നിന്ന് ഈ ശംഖ് പറിച്ചു തന്നിട്ടുള്ള കുറെ അധികം പ്രവർത്തകരുണ്ട്, കുറെ നേതാക്കന്മാരുണ്ട്. അവർക്കെല്ലാവർക്കും ആത്മാർത്ഥമായ നന്ദിയും കടപ്പാട് ഈ മേഖലയിൽ അറിയിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. കരുനാഗപ്പള്ളി നഗരസഭാ ഭരണം UDF പിടിച്ചെടുത്തതോടെ P സോമരാജൻ നഗരസഭാ ചെയർമാനാകും. 9-ാം ഡിവിഷനിൽ നിന്ന് 107 വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെയാണ് സോമരാജൻ വിജയിച്ചത്. CPMലെ M സുരേഷിനെയാണ് ഇദ്ദേഹം പരാജയപ്പെടുത്തിയത്. കരുനാഗപ്പള്ളി നഗരസഭയിലെ 37 ഡിവിഷനുകളിൽ LDF 12-ഉം UDF 19-ഉം NDA 6 സീറ്റുകളാണ് നേടിയത്. LDFിൽ നിന്നും UDF ഭരണം പിടിച്ചെടുത്തതോടെ 9-ാം വാർഡായ താച്ചിൽ ഡിവിഷനിൽ നിന്നും മത്സരിച്ച കോൺഗ്രസിലെ P സോമരാജൻ
ചെയർമാനാകുമെന്ന് ഉറപ്പായി. CPM-ലെ M. സുരേഷിനെ 107 വോട്ടുകൾക്കാണ് P. സോമരാജൻ പരാജയപ്പെടുത്തിയത്. ആകെ 837 വോട്ടുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയത്. P. സോമരാജൻ 397 വോട്ടുകളും CPM-ലെ M. സുരേഷ് 290 വോട്ടുകളും നേടി. BJP-യിലെ ജയരാജന് 161 വോട്ടുകളാണ് ലഭിച്ചത്. നഗരസഭാ ചെയർമാൻ സ്ഥാനം സംവരണമായതിനാലാണ് P. സോമരാജൻ നഗരസഭാ ചെയർമാൻ സ്ഥാനത്തേക്ക് എത്തുന്നത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. തെങ്ങുകയറ്റ തൊഴിലാളിയുടെ മകനും ഫ്ലെക്സ് പ്രിന്റിംഗ് തൊഴിലാളിയുമായ യുവാവ് നഗരസഭാ ചെയർമാൻ പദവിയിലേക്ക്. കന്നിയംഗത്തിലാണ് ശരത് ലാൽ ബെല്ലാരി കായംകുളം നഗരസഭയിലെ ചെയർമാനാകുന്നത്. CPM-ലെ ബീനയെ 547 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ശരത് ലാൽ പരാജയപ്പെടുത്തിയത്. LDF-ൽ നിന്നും UDF പിടിച്ചെടുത്ത കായംകുളം നഗരസഭയിൽ ചെയർമാൻ പദവിയിലേക്ക് എത്തുന്നത് 29-കാരനായ യുവാവാണ്. തികച്ചും അപ്രതീക്ഷിതമായാണ് ഇദ്ദേഹത്തെ തേടി ഈ നിയോഗം എത്തുന്നത്. തെങ്ങുകയറ്റ തൊഴിലാളിയുടെ മകനായ കായംകുളത്തെ ഫ്ലെക്സ് പ്രിന്റിംഗ് സ്ഥാപനത്തിലെ ജീവനക്കാരനായ ശരത്താണ് കായംകുളം നഗരസഭാ ചെയർമാൻ പദവിയിലേക്ക് എത്തുന്നത്. നഗരസഭയിലെ 4-ാം വാർഡിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായാണ് ഈ 29-കാരൻ വിജയിച്ചത്. പട്ടികജാതി സംവരണ വാർഡാണ് ഇത്. ഇവിടേക്ക് മത്സരിക്കാൻ ആളെ തേടി നടന്ന മുസ്ലിം ലീഗ് ശരത്തിനെ കണ്ടെത്തുകയായിരുന്നു. ഇത്തവണ കായംകുളം നഗരസഭാ ചെയർമാൻ സ്ഥാനവും പട്ടികജാതി സംവരണമാണ്. ഈ സ്ഥാനത്തേക്ക് കോൺഗ്രസ് കണ്ടുവച്ചിരുന്നവർ പരാജയപ്പെട്ടപ്പോഴാണ് ചെയർമാനാകാൻ ശരത്തിന് വഴി തെളിഞ്ഞത്. CPM സ്ഥാനാർത്ഥിയായ ബീനയെ 547 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ശരത് ലാൽ ബെല്ലാരി പരാജയപ്പെടുത്തിയത്. ശരത് ലാലിന് 916 വോട്ടും ബീനയ്ക്ക് 369 വോട്ടുമാണ് ലഭിച്ചത്. കായംകുളം പുത്തൻപുരത്തക്കതിൽ ശശി ലത ദമ്പതികളുടെ മകനാണ് ശരത് ലാൽ ബെല്ലാരി. ശരത് ലാൽ ബെല്ലാരി ചെയർമാനാകുന്നതോടെ അന്തരിച്ച കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് PS ബാബുരാജിന്റെ ഭാര്യ മുൻ APP അഡ്വക്കേറ്റ് പ്രമീള ബാബുരാജ് വൈസ് ചെയർമാനാകാനുള്ള സാധ്യതയും വർദ്ധിച്ചു. വൈസ് ചെയർമാൻ സ്ഥാനം വനിതയ്ക്ക് നൽകേണ്ടതിനാൽ പ്രമുഖ അഭിഭാഷകയും ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷനായി വിരമിച്ചതുമായ അഡ്വക്കേറ്റ് പ്രമീള ബാബുരാജിന് തന്നെയാകും സാധ്യത. ന്യൂസ് ബ്യൂറോ, കായംകുളം. ക്രിസ്മസ് അടുത്തതോടെ നക്ഷത്ര വിപണികൾ സജീവമായി. ക്രിസ്മസ് ട്രീയും മുഖംമൂടിയും പുൽക്കൂടും ഒക്കെ ഉണ്ടെങ്കിലും വിപണിയിലെ താരം LED നക്ഷത്രങ്ങൾ തന്നെ. കാഴ്ചയിലെ മനോഹാരിതയും നിറങ്ങളുടെ വിസ്മയവും LED നക്ഷത്രങ്ങളിലേക്ക് ആവശ്യക്കാരെ ആകർഷിക്കുന്നു. കുട്ടികൾക്കുൾപ്പെടെ LED നക്ഷത്രങ്ങളോടാണ് പ്രിയം. 90 രൂപ മുതൽ വിലയുള്ളവയാണ് LED നക്ഷത്രങ്ങൾ. പേപ്പർ നക്ഷത്രങ്ങളും ബോർഡ് നക്ഷത്രങ്ങളും വിപണിയിലുണ്ടെങ്കിലും ഡിസംബറിലെ കാറ്റിനെയും മഞ്ഞിനെയും അതിജീവിച്ച് ഇവ കൂടുതൽ നാൾ നിലനിൽക്കില്ല. പേപ്പർ നക്ഷത്രങ്ങൾ 50 രൂപ മുതലുണ്ട്. ബോർഡ് നക്ഷത്രങ്ങളാകട്ടെ 80 രൂപ മുതലും. റെഡിമെയ്ഡ് പുൽക്കൂടുകളും ക്രിസ്മസ് ട്രീയും ഏറെ പേർ ആവശ്യപ്പെടുന്നുമുണ്ട്. പുൽക്കൂട് 250 രൂപ മുതലും ക്രിസ്മസ് ട്രീ 100 രൂപ മുതലും വിപണിയിൽ ലഭ്യമാണ്. ഫേസ്ബുക്കും വാട്സാപ്പും ഒക്കെ വന്നതോടെ ആശംസാ കാർഡുകൾക്ക് ആവശ്യക്കാർ വളരെ കുറവാണ്. 2500 രൂപ വരെ വിലയുള്ള നക്ഷത്രങ്ങൾക്കും ആവശ്യക്കാരുണ്ടെന്ന് വ്യാപാരികൾ പറയുന്നു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. പ്രധാന വാർത്തകൾ വീണ്ടും. സുപ്രീം കോടതിക്കെതിരെ വിമർശനവുമായി ഗവർണർ രാജേന്ദ്ര ആർലേക്കർ. സർവകലാശാല വൈസ് ചാൻസലർമാരെ നിയമിക്കാനുള്ള അധികാരം ചാൻസലർക്കാണ്. കോടതികൾ VC-മാരെ നിയമിക്കുന്നത് ശരിയല്ലെന്നും ഗവർണർ. കൊല്ലം കോർപ്പറേഷനിൽ AK ഹഫീസ് മേയറാകും. 109 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് AK ഹഫീസ് വിജയിച്ചത്. താമരകുളം ഡിവിഷനിൽ നിന്നുള്ള കോൺഗ്രസ് പ്രതിനിധിയാണ് AK ഹഫീസ്. കരുനാഗപ്പള്ളി നഗരസഭയിൽ P. സോമരാജൻ ചെയർമാനാകും. 9-ാം വാർഡിലെ പ്രതിനിധിയാണ് P. സോമരാജൻ. 107 വോട്ടുകൾക്കായിരുന്നു വിജയം. ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്തിൽ പ്രസിഡന്റ് സ്ഥാനം പട്ടികജാതി സംവരണം. കോൺഗ്രസിലെ K. മോഹനൻ പ്രസിഡന്റാകും. കുറുങ്ങപ്പള്ളി ഡിവിഷനിലെ പ്രതിനിധിയാണ് K. മോഹനൻ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.